പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്നേഹമുള്ളവരെ, നമ്മുടെ വാരാന്ത്യ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിനത്തിലാണ് നാം ഇന്ന്. കഴിഞ്ഞ 3 ദിവസങ്ങളിലൂടെ ദൈവത്തിൻ്റെ മകനും മകളും എന്ന പദവിയിൽ ജീവിക്കാൻ, ദൈവസ്നേഹാനുഭവത്തിൽ ജീവിക്കാൻ, അതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും ആ കുരിശുമരണത്തിലൂടെ നമ്മൾ നേടിയ രക്ഷയെക്കുറിച്ചും, അതുപോലെ ദൈവസ്നേഹാനുഭവത്തിൽ ജീവിക്കുന്നതിൽ നിന്ന് നമ്മെ ചിലപ്പോഴെങ്കിലുമൊക്കെ തടയുന്ന ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ അടിമപ്പെടുത്തുന്ന പാപത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലൂടെ ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ നമ്മുടെ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിനത്തിൽ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച്, നമുക്കറിയാം ക്രൈസ്തവ ജീവിതം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുവിനെ കർത്താവായി അംഗീകരിക്കാൻ നമുക്ക് പ്രാപ്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പാപത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നേ ദിവസം ധ്യാനിക്കുന്നത്. നമുക്ക് ഒന്ന് കണ്ണുകളടച്ച് അവിടുത്തെ സ്വരം ഈ സമയങ്ങളിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാൻ, കർത്താവേ അങ്ങയെ ഞങ്ങൾക്ക് ഈ സമയത്ത് ശ്രവിക്കുവാൻ, അങ്ങയുടെ വാക്കുകൾ ഗ്രഹിക്കുവാനുള്ള കൃപാവരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായിട്ട് ഈ സമയങ്ങളിൽ ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവായ ദൈവമേ, ഈ വചന ശ്രവണത്തിലൂടെ ഞങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുകയും ഞങ്ങൾ ദൈവസ്നേഹാനുഭവത്തിൽ നിറയുകയും ഒക്കെ ചെയ്യാനായിട്ട് ഈ വചന ശ്രവണത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ഇപ്പോഴത്തെ ആയിരിക്കുന്ന സാഹചര്യത്തെയും ഒക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുകയും ഞങ്ങളിൽ നിറയുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, സിഹിയോൻ മാളിക മുകളിൽ സ്ലിഹന്മാരോടൊപ്പം ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാവേ, ഈ സമയം ഈ വചനം ശ്രവിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മാതാവ് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവചനം വായിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ബാക്കി നമുക്ക് പറയാൻ സാധിക്കുന്ന തരത്തിൽ സുപരിചിതമാണ് ആ വാക്യം. അപ്പോസ്തല പ്രവർത്തനം 1:8 വാക്യം എങ്ങനെയാണ്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏറ്റവും സുന്ദരമായ ഒരു ദൈവവചന ഭാഗമാണത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്ന ആത്മാവാണ്. എന്ത് ശക്തിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്? എന്ത് ശക്തിയാണ് പരിശുദ്ധാത്മാവിനോട് നാം ചോദിക്കേണ്ടത്? നമുക്കറിയാം, സൃഷ്ടിയുടെ പുസ്തകത്തിൽ മുതൽ ദൈവ മക്കളുടെ പദവിയിൽ, ദൈവസ്നേഹാനുഭവത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും. അബ്രഹാം, അതുപോലെ തന്നെ മോശ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദയോൻ,
സാമുവൽ പ്രവാചകന്മാരിലേക്ക് വരുമ്പോഴത്തേക്കും ജെറമിയ, ആമോസ്, ഏശയ്യ, മിക്ക തുടങ്ങിയ പ്രവാചകന്മാർ, അതുപോലെ രാജാക്കന്മാർ, ഇവരൊക്കെ തെരഞ്ഞെടുക്കപ്പെടുന്ന പല ആളുകളും ദൈവസ്നേഹ അനുഭവത്തിൽ ജീവിച്ച മനുഷ്യരാണ്. ഇവരുടെയൊക്കെ ശക്തി എന്താണ്? ആരാണ് ഇവരെ ഇങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്? സമൂഹത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ദൈവത്തിന്റെ മക്കളുടെ പദവിയിൽ ജീവിക്കാൻ, ദൈവമക്കളുടെ പദവി ആഘോഷിച്ചുകൊണ്ടിട്ട് ജീവിക്കാൻ പഴയ നിയമത്തിൽ ഈ മനുഷ്യരെ എല്ലാം പ്രേരിപ്പിച്ചതാരാണ്? സഹായിച്ചതാരാണ്? ദൈവത്തിന്റെ ആത്മാവ്. മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവ്. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് ഒരാളെ സഹായിക്കുന്നത് ഇവിടെ ദൈവത്തെ പോലെ ജീവിക്കാനാണ്, ദൈവമക്കളായി ജീവിക്കാനാണ്. യേശു തന്നെ എത്ര കൃത്യമായിട്ടാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളിൽ നിന്ന് പോകുന്നു, ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അപ്പൊ നോക്കണേ, നമ്മുടെ ഒരു വിളി എന്താണ്? നമ്മൾ ഇത്തിരി പോന്ന മനുഷ്യരായിട്ട് ഇവിടെ ചാഞ്ഞും ചരിഞ്ഞും അതിനും അടിമപ്പെട്ട് ഇതിനും അടിമപ്പെട്ട് ആ സ്വാധീനത്തിനും വഴങ്ങി ഈ സ്വാധീനത്തിനും വഴങ്ങി നമ്മളിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ച് എഴഞ്ഞ് മരിക്കേണ്ട ആളുകൾ അല്ല. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മളിവിടെ ദൈവത്തോളം വലുതായി ജീവിക്കേണ്ട മനുഷ്യരാണ്. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ പുസ്തകം, സൃഷ്ടിയുടെ ആദ്യത്തെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യർ ദൈവത്തോളം വലിയവരായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം പൂഴി കൊണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, പൂഴി കൊണ്ട് മനുഷ്യനെ ദൈവം മെനഞ്ഞു, അവന്റെ നാസാരന്ധ്രത്തിലേക്ക് ദൈവം ജീവശ്വാസം ഊതി, അപ്പൊ അവൻ ജീവനുള്ളവനായി തീർന്നു. അവൻ ദൈവത്തെ പോലെയായി, അല്ലെങ്കിൽ അവൻ ദൈവത്തോളം വലുതായി. അതുകൊണ്ടാണ് അവർക്കിടയിൽ ദൈവത്തിന്റെ സ്നേഹം, അവർക്കിടയിൽ ദൈവിക ശക്തി, ദൈവിക വലിപ്പം, ഇതൊക്കെ ആദ്യത്തെ മനുഷ്യർക്കുണ്ടായിരുന്നു. അപ്പൊ നോക്കുക, ദൈവത്തിന്റെ ജീവനാണ് മനുഷ്യനെ ദൈവത്തെ പോലെ ജീവിക്കാൻ പ്രാപ്തനാക്കിയത്. അതാണ് ദൈവം ഓരോ മനുഷ്യനും കൊടുത്ത കഴിവും. അതാണ് ദൈവത്തോളം വലിയവരായി പ്രപഞ്ചത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ആദ്യ ദിവസം കണ്ടത്, ഉൽപ്പത്തി പുസ്തകം 2:25. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു, എന്നാൽ അവർക്ക് ലജ്ജ തോന്നിയില്ല. കാരണം എന്താ? ഈ ആത്മാവ്, ഈ ദൈവത്തിന്റെ ജീവൻ. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ ദൈവിക ജീവൻ അവരെ അന്തസ്സോടെ, തലയെടുപ്പോടെ, കുറവുകൾക്കിടയിലും വളരെ ശക്തിയോടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവത്തെ പോലെ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാനുള്ള ശക്തി തരും. അതുകൊണ്ടാണ് ഈശോ ഈ ആത്മാവിനെ വാഗ്ദാനം ചെയ്തത്. ഇനി നമ്മൾ തിരുവചനത്തിലേക്ക് വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മനോഹരമായിട്ട് ഈ കാര്യം വർണ്ണിച്ചിട്ടുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം, അസ്ഥികളുടെ താഴ്വര എന്നാണ് അതിന്റെ ഹെഡിങ്. അവിടെ പ്രവാചകനെ, എസെക്കിയേൽ പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിർത്തുന്നത് അസ്ഥികൾ ഉണങ്ങി വരണ്ട് കൂനയായിട്ട് അസ്ഥികൾ കൂടിക്കിടക്കണ ഒരു താഴ്വരയെ കൊണ്ട് നിർത്തി. അതായത് മനുഷ്യ ശരീരത്തിന്റെ അസ്ഥികൾ പലതായിട്ട് ഇങ്ങനെ ഒരു കൂന കൂട്ടി ഉണങ്ങി വരണ്ട് അസ്ഥികൾ കിടക്കുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37:5 വാക്യം ഇങ്ങനെയാണ്. 3-ാമത്തെ വാക്യം, അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക്, ചോദ്യം വളരെ വ്യക്തമാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവർ, ആ ചോദ്യത്തിനകത്ത് വലിയൊരു അർത്ഥമുണ്ട്. എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുമോന്നല്ല, ഉണങ്ങി വരണ്ട് ജീവിക്കാൻ പറ്റുമോന്നല്ല, ചൈതന്യത്തോടെ ജീവിക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ജീവിച്ചാ പോരാ, പാടുപെട്ട് കരഞ്ഞു കലങ്ങി
പ്രാഗി എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചാ പോരാ. അങ്ങനെ ജീവിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. അതാണ് ഉണങ്ങി വരേണ്ട അസ്ഥി കണക്കെയുള്ള ജീവിതം. ഞാൻ മടുത്തു, എന്തിനാണ് ഇങ്ങനെ എന്നെ ഇട്ടേക്കണേ എന്ന് ചോദിക്കുന്ന ചില രോഗാവസ്ഥയില്, ഞാൻ മടുത്തു, എന്റെ തല ദൈവത്തിന് വേണ്ടേ, എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കണേ, എന്നെ ആർക്കും വേണ്ട, മക്കൾക്ക് വേണ്ട, ഇങ്ങനെ ജീവിക്കുന്ന ചില ഉണങ്ങി വരേണ്ട ജീവിതങ്ങളുണ്ട്. അസ്ഥി കണക്കെ ഉണങ്ങി വരണ്ട് ജീവിക്കുന്നവർ. അല്ലെങ്കിൽ വേറെ ചിലര്, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ആർക്കും സ്നേഹമില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം കുറ്റമാണ്, ഞാൻ എത്ര നന്മ ചെയ്യുന്നു അതൊന്നും ഇവിടെ ആരും കാണുന്നില്ല, എന്റെ കുറ്റം മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങനെ പ്രാഗി നേർന്ന ഉണങ്ങി വരണ്ട അസ്ഥി കണക്കെ ജീവിക്കണ ചില മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള അസ്ഥികളുടെ കൂട്ടത്തിൽ കൊണ്ട് നിർത്തിയിട്ടാണ് പ്രവാചകനോട് ചോദിക്കുന്നത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഈ അസ്ഥികൾക്ക് ചൈതന്യത്തോടെ ജീവിക്കാൻ പറ്റുമോ? അതോ ഇങ്ങനെ ഉണങ്ങി വരണ്ട ഇവർക്ക് ജീവിക്കാൻ പറ്റുമല്ലോ? പ്രിയപ്പെട്ടവരെ, ചൈതന്യത്തോടെ ഇവിടെ ജീവിക്കണമെങ്കിൽ അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം എന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? ദൈവത്തിന്റെ മക്കളെ പോലെ സ്വാതന്ത്ര്യത്തിൽ ഇവിടെ ജീവിക്കണം. ഉണങ്ങി വരണ്ടല്ല, ജീവനുള്ളവരായിട്ട് നമ്മൾ ഇവിടെ പെരുമാറണം. അതിന് നമ്മളെ സഹായിക്കാൻ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി പുറകോട്ട് പോവുകയാണ്. നമ്മൾ 2-ാം അധ്യായത്തിൽ വായിച്ചു, ദൈവത്തിന്റെ ജീവശ്വാസം അവരുടെ മേൽ ഊതി, അങ്ങനെ അവർ ജീവനുള്ളവനായി തീർന്നു. അപ്പോൾ അവരെല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചു. പക്ഷെ ഇതുപോലെ തന്നെ ഈ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ, 3-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഈ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഈ ബലൂണിന്റെ കാറ്റ് പോകുന്ന പോലെ, നമുക്കറിയാം ഈ നൈട്രജൻ ബലൂണൊക്കെ ഇപ്പൊ പെരുന്നാൾ സ്ഥലങ്ങളിൽ നൈട്രജൻ ബലൂൺ വീർപ്പിച്ചിട്ട് അതിങ്ങനെ മുകളിലേക്ക് ഒരു നൂലെ കെട്ടി ഇങ്ങനെ മുകളിൽ നിർത്തും. അതങ്ങനെ മുകളിൽ ആടിക്കളിച്ച് പാറിപ്പറന്ന മുകളിൽ ഇങ്ങനെ നിൽക്കണതിന്റെ കാര്യം അതിനകത്ത് നൈട്രജൻ ഉള്ളത് കൊണ്ടാണ്. അത് ഉള്ളിടത്തോളം കാലം ഇനി നമ്മളതിനെ നൂലെന്ന് കെട്ടുവിട്ടാൽ പോലും അതിങ്ങനെ ആകാശത്ത് പാറിപ്പറന്ന് കളിച്ച് അതങ്ങനെ നടക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ജീവിക്കേണ്ടവരാണ്. ഇവിടെ തുള്ളിക്കളിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഉറപ്പായിട്ടും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തുള്ളിക്കളിച്ച് ജീവിക്കേണ്ടവരാണ്. പക്ഷെ അങ്ങനെ തുള്ളിക്കളിച്ച് ജീവിക്കേണ്ടവർ ഇന്ന് ജീവിക്കുന്നത് ഉണങ്ങി വരേണ്ട അസ്ഥികളെ പോലെയാണ്. ഈ നൈട്രജൻ അതിനകത്തുനിന്ന് എപ്പോഴെങ്കിലും ഇല്ലാണ്ടായാൽ ഈ ആകാശത്ത് തത്തിക്കളിക്കുന്ന ബലൂൺ, കാറ്റുപോയ ബലൂൺ ഉടനടി നിലം പതിച്ച് ഇവിടെ വന്ന് അനക്കമില്ലാതെ കിടക്കും. അതും ബലൂണാ, പക്ഷേ കാറ്റുപോയി, അല്ലെങ്കിൽ അതിനകത്തെ നൈട്രജൻ നഷ്ടപ്പെട്ടു. അപ്പൊ അതിനി തുള്ളിക്കളിക്കാം, അതിങ്ങനെ ഇവിടെ ചത്തേ ചതഞ്ഞേ എന്നും പറഞ്ഞ് ഇവിടെ കിടക്കാനേ പറ്റുള്ളൂ. മനുഷ്യ ജീവിതം ഇങ്ങനെ ജീവിക്കാനുള്ളതല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളാണ്. മനുഷ്യ ജീവിതം ഇങ്ങനെ ജീവിക്കാനുള്ളതല്ല. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ വാക്യം വളരെ സുന്ദരമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. നോക്കൂ, മനോഹരമായൊരു വാക്യമാണ്. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, രൂപമില്ലായിരുന്നു ഭൂമിക്ക്. 2, ശൂന്യമായിരുന്നു. 3, ആകെ ഇരുട്ടായിരുന്നു. നോക്കിയേ, ചില ജീവിതങ്ങൾ ഇങ്ങനെ ആകട്ടോ. ഒരു രൂപവും ഇല്ല, എന്നെ ആർക്കും വേണ്ട, എന്നോട് ആർക്കും ഇഷ്ടമില്ല, എന്റെ കെട്ടിയവൻ ഇതൊന്നും ഞാൻ ചെയ്യുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ മക്കൾക്ക് എന്നെ വേണ്ട. രൂപമില്ലാത്ത ചില ജീവിതങ്ങൾ. 2, ഭൂമി രൂപരഹിതമായിരുന്നു. 2-മത്തെ ശൂന്യമായിരുന്നു. ചില ജീവിതങ്ങൾ ഇങ്ങനെ ശൂന്യമാ, ഒരു നിറവുമില്ല, ശൂന്യമായ ചില ജീവിതങ്ങൾ. 3, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ചില ജീവിതങ്ങൾ ഇങ്ങനെ ഇരുട്ട്, ഒരു പ്രകാശമില്ലാത്ത ജീവിതങ്ങൾ. പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഈ രൂപരഹിതമായ, ഈ ശൂന്യമായ, ഈ ഇരുണ്ട ഭൂമിക്ക് മുകളിൽ എന്ത് സംഭവിച്ചു എന്നാണ്? ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ! ദൈവത്തിന്റെ ചൈതന്യം ഈ രൂപരഹിതമായ, ശൂന്യമായ, ഇരുണ്ട ഈ ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ഫലമെന്താ?
രൂപമില്ലാതിരുന്ന ഭൂമിക്ക് മനോഹര രൂപമുണ്ടായി. കവികൾ പോലും ഭൂമിയുടെ സൗന്ദര്യത്തെ, പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് എഴുതാൻ മാത്രം ഭൂമി സുന്ദരിയായി. ദൈവത്തിന്റെ ചൈതന്യം ചലിച്ച ഭൂമിയുടെ മേൽ ചലിച്ചു, ഭൂമി സുന്ദരിയായി. ശൂന്യമായിരുന്ന ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചു. നോക്കൂ, ഭൂമി നിറഞ്ഞു പക്ഷികളെ കൊണ്ട്, മൃഗങ്ങളെ കൊണ്ട്, സസ്യങ്ങളെ കൊണ്ട്. കടല്, കല്ല്, കായല്, വെള്ളം, മനുഷ്യർ, ഭൂമി നിറഞ്ഞു പ്രിയപ്പെട്ടവരെ. 3, ഇരുണ്ട ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചു, ഭൂമി പ്രകാശപൂരിതമായി. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരാളുടെ ജീവിതത്തിൽ ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഇത് ചെയ്യണം. ഇത് ചെയ്യാനാണ് പരിശുദ്ധാത്മാവിനെ നാം അനുവദിക്കേണ്ടത്. നിന്നുകൊടുക്കണം ചലിക്കാൻ. ശൂന്യമായ എന്റെ ജീവിതത്തിൽ ചലിക്കാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കൂ. നിറയും ചങ്ങാതി, നിറയും. രൂപമില്ലെന്ന് കരുതുന്ന നിന്റെ വീടിന്റെ മേൽ, രൂപമില്ലെന്ന് കരുതുന്ന നിന്റെ ജീവിതത്തിന് മേൽ പരിശുദ്ധാത്മാവിനെ ഒന്ന് ചലിക്കാൻ അനുവദിക്കുക. ശാന്തമായിട്ട് നിൽക്ക്, പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ, നിനക്ക് മനോഹര രൂപമുണ്ടാവും. ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എൻ്റെ യുവത്വത്തിന്റെ ആരംഭനാളുകളിൽ ഞാൻ ഓർത്തിട്ടുണ്ട്, അയ്യോ ഇത്രയും രൂപമില്ലാത്ത ഒരു ജീവിതം, ഒരു ജന്മം, രൂപമില്ലാത്ത ഒരു ജീവിതം ഞാൻ ഓർത്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും ആദ്യത്തെ ധ്യാനം കൂടുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു വചനഭാഗം കൂടിയാണിത്. ഒരു രൂപമില്ലാത്തവനെ പോലെയാണ് ഞാനന്ന് ധ്യാനത്തിനിരിക്കുന്നത്. ആർക്കും ഒരു പാവപ്പെട്ടവൻ, ഒരു കഴിവും ഒന്നും എക്സ്ട്രാ ഒന്നും ഇല്ലാത്തവൻ, എക്സ്ട്രാ പോയിട്ട് വേണ്ട കഴിവുകൾ പോലും ഇല്ലാത്തവൻ, ആവശ്യത്തിന് പണമില്ലാത്തവൻ, അത്യാവശ്യം പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കുന്നവൻ, ഇങ്ങനെ ആർക്കും വേണ്ടാത്തവൻ. പണമില്ലാത്തവനെ ആർക്കും വേണ്ടല്ലോ, രൂപമില്ലാത്തവൻ. അന്ന് എൻ്റെ ഉള്ളിൽ എവിടെയോ വന്നു കൊണ്ട ഒരു വചനഭാഗം കൂടിയാണിത്. രൂപമില്ലാത്ത ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ആ ഭൂമിക്ക് രൂപമുണ്ടായി, ഭൂമി സുന്ദരിയായി. കവികൾ പോലും ആ സൗന്ദര്യത്തെക്കുറിച്ച് നൂറുകണക്കിന് ഭാഷകളിൽ സൗന്ദര്യത്തെക്കുറിച്ച് എഴുതാൻ മാത്രം ഭൂമിക്ക് സൗന്ദര്യമുണ്ടായി. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചപ്പോ അന്ന് ഒന്നേ ചെയ്തുള്ളൂ. രൂപമില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഞാൻ ഒന്ന് നിന്നുകൊടുത്തു, ദൈവത്തിന്റെ ആത്മാവ് ചലിക്കാൻ. ഇന്ന് പ്രിയപ്പെട്ടവരെ, രൂപമുണ്ടെന്ന് അഭിമാനിക്കുന്നവനാണ് ഞാൻ. ഒരു രൂപമുണ്ടെന്ന് അഭിമാനിക്കുന്നവൻ. അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു കുടുംബത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് കാലാകാലം ആരെല്ലാം വിട്ടുകൊടുത്തോ നമ്മൾ കാണുന്നില്ലേ? ഇസ്രായേൽക്കാരെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഫിലിസ്തീയ മല്ലൻ ഗോലിയാത്ത്, അയാളുടെ തൂക്കം പോലും പറയാനുണ്ട്. അയാളുടെ തൂക്കം എന്ന് പറയുന്നത് 5000 ഷെക്കൽ തൂക്കമാണ്. അയാളിട്ടിരുന്ന പടച്ചട്ടയുടെ തൂക്കം 5000 ഷെക്കൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കിലോഗ്രാമിലേക്ക് കൊണ്ടുവന്ന 57 കിലോ പടച്ചട്ടയുടെ തൂക്കം മാത്രം. അപ്പൊ അയാളുടെ തൂക്കം എത്ര? 57 കിലോ ഇട്ടുകൊണ്ട് ഒരുത്തൻ യുദ്ധത്തിനിറങ്ങണമെങ്കിൽ അയാളുടെ തൂക്കം എത്ര? അയാളുടെ വലിപ്പം 6 മുഴം നീളം. ഇയാളുടെ മുമ്പിൽ പോയി നിൽക്കണ ഒരു കൊച്ചു പയ്യനില്ലേ, പീറ പയ്യൻ ദാവീദ്. രൂപമില്ലാത്തവനെന്ന് ഫിലിസ്തീൻ വെല്ലുവിളിച്ചവൻ, രൂപമില്ലാത്തവനെന്ന് വിളിച്ച് ഫിലിസ്തീൻ കളിയാക്കിയവൻ. ഈ പയ്യൻ ആശ്രയിച്ചത് ആരില? ഈ രൂപമില്ലാത്ത പയ്യൻ 6 മുഴം നീളമുള്ള 57 കിലോ പടച്ചട്ടയിടുന്ന ഈ മഹാമല്ലന്റെ മുമ്പ് നിൽക്കുമ്പോ അവന് രൂപം കൊടുത്തത് ആരാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അവന് രൂപം കൊടുത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. സാമുവലിന് രൂപം കൊടുത്തത് ആരാ? ഹേലി പുരോഹിതന്റെ മക്കളെ കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. ആ നാട്ടിൽ ദൈവത്തിന്റെ സ്വരം കേട്ട് ജീവിക്കാൻ ഹേലി പുരോഹിതന്റെ മക്കൾക്ക് പറ്റുന്നില്ലായിരുന്നു. അവർ ലോകത്തിൽ ലൗകികമായി ജീവിച്ചതുകൊണ്ട്. അപ്പൊ നോക്കൂ, അവിടെ ഈ ദൈവത്തിന്റെ ആത്മാവ് ഈ കൊച്ചു പയ്യൻ സാമുവലിനെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്, അവന് രൂപം കൊടുക്കുന്നത്. പിന്നെ സാമുവലാണ് ആ ജനത്തിന്റെ ആചാര്യൻ. രൂപം കൊടുത്തത് ആരാ? പരിശുദ്ധാത്മാവ്. നോക്കൂ, തിരുവചനങ്ങളിലൂടെ നോക്കൂ. ഗിദയോൻ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദയോൻ, അയാൾ ഒളിച്ചു പോയി ഇരിക്കുന്ന എവിടെ? മുന്തിരിത്തോട്ടത്തിൽ പോയി ഇരിക്കുകയാ. ആരും കാണാണ്ടിരിക്കാൻ പോയി മുന്തിരിത്തോട്ടത്തിൽ പോയി ഒളിച്ചിരിക്കുകയാ. നോക്കൂ, അവിടെ ഇരിക്കുന്ന അയാൾക്ക് പിന്നീട് ഒരു കഴുതയുടെ താടിയെല്ലെടുത്ത് ശത്രുക്കളെ
വധിച്ച് ജനത്തെ രക്ഷിക്കാൻ മാത്രമുള്ള ശക്തി കൊടുത്തതാരാ? പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കണം എന്നാണ് പഴയ നിയമത്തിലെ ഈ വ്യക്തികളിലൂടെ. ആര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എൻ്റെ അയോഗ്യതകളോടുകൂടി, എൻ്റെ കുറവുകളോടും പരാജയങ്ങളോടും കൂടി ആര് തന്നെ ദൈവത്തിന്റെ ആത്മാവിന് വിട്ടുകൊടുക്കണോ, അയാളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പുറപ്പെടും. അയാൾ ദൈവമകനും ദൈവമകളുമായി. സൂസന്ന എന്ന പെണ്ണ് നോക്കൂ, അവൾക്കെതിരെ ആരോപണങ്ങളുമായിട്ട് രണ്ട് മല്ലന്മാരാ വന്ന് നിൽക്കണത്. അവസാനം അവൾ ഒറ്റപ്പെടുകയാ. അവളെ ഇപ്പൊ തന്നെ വധിക്കും ജഡ്ജി. പ്രിയമുള്ളവരെ, അവിടെയും പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ അതുകൊണ്ട് തന്റെ ജീവിത സാഹചര്യങ്ങളെ, തന്റെ പരാജയങ്ങളെ, തന്റെ കോട്ടങ്ങളെ ഒക്കെ, തന്റെ അബദ്ധങ്ങളെ, ഞാൻ പറഞ്ഞ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ പോലും വിട്ടുകൊടുക്കൂ. ആർക്ക്? ദൈവത്തിന്റെ ആത്മാവിന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങൾക്ക് ഷെയ്പ്പ് നൽകും, രൂപം നൽകും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളുടെ മേൽ അടയിരിക്കും. എന്നിട്ടോ രൂപം ഉണ്ടാക്കി തരും, സുന്ദരമാക്കി തരും, നിറവ് തരും. ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. നോക്കൂ, രൂപമില്ലാത്ത ഒരു 10-12 ആൾക്കാര് സെഹിയോൻ മാളിക മുകളിൽ കതകടച്ച്. എന്തിനാ കതകടച്ച്? പേടിച്ചിട്ട് അവരാ കതകടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ പ്രാർത്ഥിക്കണേ? പേടിച്ചരണ്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്താ ദിവസം സംഭവിച്ചത് എന്താ? ഈ പേടിച്ചരണ്ട് ഗുരുവിനെ കൊന്നവർ ഞങ്ങളെയും കൊല്ലുമല്ലോ എന്ന ആധിയും വ്യാധിയും മൂത്ത് കതകടച്ചിരുന്ന അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് നിറഞ്ഞു. സംഭവിച്ചത് എന്താ പ്രിയപ്പെട്ടവരെ? അവര് നിറഞ്ഞു. ശൂന്യമായിരുന്ന അവരുടെ ഉള്ളു നിറഞ്ഞു. ഭീതി കൊണ്ട് രൂപം നഷ്ടപ്പെട്ടിരുന്ന അവർക്ക് പുതിയ രൂപമുണ്ടായി. അവർ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർന്നു. അവരുടെയൊക്കെ ഉള്ളിലെ ഇരുട്ട് മാറിക്കെട്ടി. അവർ ഇരുട്ട് പേടിച്ചരണ്ട് ഈ ഇരുട്ട് ബാധിച്ച് അവർ കയറി ഇരിക്കുക. അവരുടെ ഇരുട്ട് മാറിക്കിട്ടി. അവർ പ്രകാശപൂരിതമായി. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പസ്തോലന്മാരെ ചാടി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ടോ അവർ വിളിച്ചു പറഞ്ഞു. ആരെ പേടിച്ച് അവർ കയറി കതകടച്ച് കുറ്റിയിട്ട് അവർ ഇരുന്നോ? വാതിലുകൾ അടച്ചിരുന്നു. അവര് ആരെ പേടിച്ച് ഇരുന്നോ? അവരുടെ ഇടയിലേക്ക് ഇവരങ്ങ് ഇറങ്ങി. പത്രോസ്, വിശുദ്ധ അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം. നോക്ക്, പത്രോസിന് മാത്രം കിട്ടിയ ധൈര്യമല്ല, മറ്റു 11 പേർക്കും കിട്ടി. ലാസ്റ്റ് തെരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസ് ഉൾപ്പെടെ 12 പേരും ധൈര്യശാലികളായി. 12 പേർക്കും പുതിയ രൂപം കിട്ടി. 12 പേർക്കും ദൈവസ്നേഹത്തിന്റെ നിറവ് കിട്ടി. 12 സാധാരണ മനുഷ്യര് അസാധാരണക്കാരായ മനുഷ്യരായി. 12 പാവപ്പെട്ട മനുഷ്യർ വലിയ സമ്പന്നന്മാരായി. സമ്പത്ത് ഞാൻ ഉദ്ദേശിച്ചത് പണമല്ല, അതീവ സമ്പന്നന്മാരായി. എന്നാൽ പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ, നോക്ക് 2-3 വാക്യങ്ങൾ ശ്രദ്ധിക്കണം അതിനകത്ത് വാക്കുകള്. പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്നു. കൂഞ്ഞിക്കൂടി ഇരുന്നല്ല പറയണേ, അവരെഴുന്നേറ്റ് നിന്നു. ചങ്കുറപ്പിച്ച് എഴുന്നേറ്റ് നിന്നു. എവിടുന്ന് കിട്ടി ധൈര്യം? എവിടുന്ന് കിട്ടി ഈ പുതിയ രൂപം? എവിടുന്ന് കിട്ടി ഈ ഭാവം? എവിടുന്ന് കിട്ടി ഈ ശക്തി? പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവമക്കളുടെ പദവി തന്ന് നമ്മളെ ദൈവത്തോളം വലുതാക്കും എന്നതിന്റെ തെളിവാണിത്. എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഉച്ചസ്വരത്തിൽ പറഞ്ഞു. പതുക്കെ ഒന്നും അല്ല പറഞ്ഞേ. ആരെങ്കിലും കേട്ടാ കൊങ്ങായ്ക്ക് പിടിക്കുവെന്നോ, ആരെങ്കിലും കേട്ടാ കുന്തം കൊണ്ട് കുത്തുവെന്നോ ഒന്നും ഓർത്തിട്ടല്ല. ഉച്ചസ്വരത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത് സോപ്പിട്ടൊന്നും അല്ല പറഞ്ഞത്. ജെറൂസലേമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. എന്റെ ഈ കൂട്ടുകാരെ കള്ളടിച്ച് പൂസായിട്ട് അതും ഇതും വിളിച്ചു പറയുന്നവരല്ല. ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്നില്ലേ? അന്ന് കുരിശിൽ തറച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? നീചനും ഹീനനുമായിട്ട് കണ്ട് അന്ന് റോമാക്കാരുടെ ഇടയിൽ ഈ കുരിശിൽ തറച്ചു കൊല്ലുന്ന ശീലമില്ല. പേർഷ്യൻ രീതിയാ ഇത്. പേർഷ്യൻ രീതി കടമെടുത്ത്
റോമാക്കാർക്ക് കൊടുക്കില്ലാത്തൊരു ശിക്ഷയുമാണത്. പേർഷ്യൻ രീതി കടമെടുത്തിട്ട് നീചന്മാർക്ക് കൊടുക്കണ ഈ വളരെ നീചമരണം, അങ്ങനെ നീചമായി കൊല്ലപ്പെട്ട ഒരുത്തനെ കുറിച്ച് അവർ പ്രസംഗിക്കുക. നിങ്ങള് കുരിശെ തറച്ച് കൊന്നില്ലേ, അവനെ ദൈവം ഉയർപ്പിച്ചു. ഹല്ലേലൂയ! വിളിച്ചു പറഞ്ഞു അവർ, അവനെ ദൈവം ഉയർപ്പിച്ചു, അവനെ യഹോവ ഉയർപ്പിച്ചു. വിളിച്ചു പറഞ്ഞു അവർ. പുതിയ രൂപം കണ്ടോ, പുതിയ ഭാവം കണ്ടോ, പുതിയ ശക്തി കണ്ടോ? പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്താ ദിവസം 2 കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ. 2 കാര്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 2:4. അവരെല്ലാവരും ഒന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഇപ്പൊ അവരുടെ നിറവെന്ന് പറയുന്നത് അവരുടെ ബൗദ്ധിക ജ്ഞാനമല്ല. ഇപ്പൊ അവരുടെ നിറവെന്ന് പറയുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന സമ്പത്തല്ല. ഇപ്പൊ അവരുടെ നിറവെന്ന് പറയുന്നത് അവരുടെ ശാരീരിക കഴിവല്ല. അവരുടെ ഇപ്പോഴത്തെ ഏക ബലം, ഏക നിറവ് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ട പെന്തക്കോസ്തായുടെ സഹോദരങ്ങളെ, നാം പെന്തക്കോസ്തായിൽ ജീവിക്കുന്ന കത്തോലിക്കരാണ്. പെന്തക്കോസ്തായിൽ അനുഭവത്തിൽ ജീവിക്കുന്ന കത്തോലിക്കരാണ്. മാമോദീസായിലൂടെ നമുക്ക് പെന്തക്കോസ്താ അനുഭവം ഉണ്ടായി. എന്ത് സംഭവിച്ചു? നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പ്രിയപ്പെട്ടവര്, ഈ നിറവ്, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന നിറവാണ്. നിറവ്. നമ്മൾ ശൂന്യരാകരുത്. നമ്മുടെ മനസ്സ് ശൂന്യമാകരുത്, ഹൃദയം ശൂന്യമാവരുത്. നാം നിറവുള്ളവരാകണം. ആരുടെ നിറവ്? പരിശുദ്ധാത്മാവിന്റെ നിറവ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് നാം ഉള്ളവരാകണം. അപ്പൊ ഒന്ന്, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പെന്തക്കോസ്താ ദിവസം സംഭവിച്ച 2 കാര്യങ്ങളിൽ ഒന്ന്, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. 2, ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ? അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. പേർഷ്യക്കാരും മേദ്യക്കാരും മെസൊപ്പൊട്ടാമിയക്കാരും ഒക്കെ അവര് പറയണത് അവരുടെ ഭാഷയെ കേൾക്കുവാണ്. നോക്ക്, അപ്പോഴാണ് അവർ പിന്നെയും പറഞ്ഞു, എടാ ഇവര് സാധാരണ മനുഷ്യരല്ലേ, പിന്നെ ഇവരെന്താ ഈ അസാധാരണ കാര്യങ്ങൾ ചെയ്യണു? പ്രിയപ്പെട്ടവരെ, സാധാരണ മനുഷ്യരെ കൊണ്ട് അസാധാരണ കാര്യങ്ങൾ ചെയ്യിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സാധിക്കൂ. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതുകൊണ്ടാണ് ജെറൂസലേം ദേവാലയത്തിന്റെ സുന്ദര കവാടത്തിൽ കിടന്ന് തന്റെ അടുക്കൽ ഭിക്ഷയ്ക്ക് വേണ്ടി കൈനീട്ടുന്ന, എന്തെങ്കിലും ചില്ലറ തുട്ടുകിന് വേണ്ടി കൈനീട്ടുന്നവനോട് പത്രോസും കൂട്ടരും സുന്ദരമായിട്ട് പറഞ്ഞല്ലോ, നീ എഴുന്നേറ്റ് നടക്ക. അവരുടെ കയ്യിലുള്ളത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അവർക്ക് അതേ കൊടുക്കാനുള്ളൂ. ചില്ലറ നാണയങ്ങളല്ല അവർക്ക് കൊടുക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നിറഞ്ഞ് ആ സ്നേഹം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പരിശുദ്ധാത്മാവിന്റെ ക്ഷമ നിറഞ്ഞ് ആ ക്ഷമ കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പരിശുദ്ധാത്മാവിന്റെ സൗഖ്യം നിറഞ്ഞ് ആ സൗഖ്യം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നാം പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറഞ്ഞ ആ കൃപ കൊടുക്കണം. ഈ കാലഘട്ടത്തിന് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയുമുള്ള മനുഷ്യരെയാണ് ഈ കാലഘട്ടത്തിന് വേണ്ടത്. അതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. ഇല്ലാതെ പരിശുദ്ധാത്മാവ് നിറവ് നൽകുന്ന പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി ശുഷ്കമായിട്ടും ശൂന്യമായിട്ടും നമ്മൾ ജീവിച്ചാൽ അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. നോക്കൂ, നമ്മെയും ശക്തിപ്പെടുത്താനും പരിശുദ്ധാത്മാവ് നമ്മുടെ പടിവാതുക്ക തയ്യാറായി നിൽക്കേ. നിന്നെ വേണ്ട, ഞാനിവിടെ ശുഷ്കമായി ജീവിച്ചോളാം, കരഞ്ഞു നിലവിളിച്ച് പ്രാഗി നേർന്ന്, എന്നെ ആർക്കും വേണ്ടേ, എന്നെ ഒന്നിനും കൊള്ളില്ലേ എന്നും പറഞ്ഞ് ഞാനിവിടെ ശുഷ്കിച്ച് ജീവിച്ചോളാം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ ശക്തരാകണം. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയണം. നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവമക്കളുടെ പദവിയിൽ ഈ നൈട്രജൻ ബലൂൺ ആകാശത്ത് തത്തിക്കളിക്കുന്നത് പോലെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തത്തിക്കളിച്ച്, ഈ പ്രപഞ്ചത്തിൽ ഇല്ലായ്മ വരും, വല്ലായ്മ വരും, ഈ പ്രപഞ്ചത്തിൽ ദുഃഖം വരും, ദുരിതം വരും, ഈ പ്രപഞ്ചത്തിൽ രോഗമുണ്ടാകും, അതില്ല, ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതിനൊക്കെ ഇടയ്ക്ക് അപ്പന്റെ കയ്യിലെ മക്കളെ പോലെ, മാലാഖമാരെ പോലെ ഈ പ്രപഞ്ചത്തിൽ തുള്ളിക്കളിച്ച് തത്തിക്കളിച്ച് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാപ്തി നൽകും. അതാണ് ദൈവമക്കളുടെ ജീവിതം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കണ്ണുകളടച്ച്. നമ്മൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കേണ്ട മനുഷ്യരാണ്. നമുക്കൊന്ന് പറ്റുന്നവരെല്ലാം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ച പഴയ നിയമത്തിലെ വലിയ മനുഷ്യരെ ഞങ്ങൾ കാണുന്നു. അബ്രഹാമും മോശയും ജോസഫും ദാവീദും സാമുവലും പ്രവാചകന്മാരും ഒക്കെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഈശോയെ, നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിട്ടാണ്. നീ പരിശുദ്ധാത്മാവിൽ ജനിച്ചു, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിച്ചു. കർത്താവായ ദൈവമേ, ആ ആത്മാവ് നിന്നെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നെങ്കിൽ, ഞങ്ങളുടെ ശരീരം
മർത്യശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ഞങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കുമെന്ന് അരുളി ചെയ്ത ദൈവമേ, നിന്നെ പോലെ ഈ പ്രപഞ്ചത്തിൽ ആനന്ദത്തോടെ ജീവിക്കാൻ, ദൈവമകന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ, ശക്തിയോടെ ജീവിക്കാൻ, ശുഷ്കിച്ചല്ല, ഉണങ്ങി വരണ്ടല്ല, ശൂന്യമായിട്ടല്ല, ഇരുണ്ടല്ല, ദൈവമേ, നിറവിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ. അപ്പാ എന്ന് അങ്ങേ വിളിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വർഷിക്കണമേ ദൈവമേ. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, സ്തോത്രം. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, നന്ദി. ദൈവമേ, സ്തോത്രം. ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.